കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്ത കൃതി. മലയാളികൾ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട നോവൽ, ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട നോവൽ, ഏറ്റവും കൂടുതൽ പ്രതികൾ വിറ്റഴിക്കപ്പെട്ട നോവൽ. ഒരു മനുഷ്യന്റെ പച്ചയായ ജീവിതം, നമ്മുടെ മനസ്സാക്ഷിയെ നടുക്കുന്ന രീതിയിലുള്ള ഒരു മനുഷ്യന്റെ ജീവിതം, പച്ചയായ ജീവിതം ആവിഷ്കരിക്കപ്പെട്ട ഒരു കൃതി. പ്രവാസ ജീവിതത്തിന്റെ ഇരുണ്ട മുഖങ്ങൾ അനാവരണം ചെയ്യപ്പെടുന്ന കൃതി. മരുഭൂമിയുടെ സൗന്ദര്യവും വന്യതയും ഒരുപോലെ ആവിഷ്കരിക്കപ്പെട്ട കൃതി. ബെന്യാമിന്റെ അതിപ്രശസ്തമായ നോവൽ ആടുജീവിതം. ആടുജീവിതത്തിന്റെ സമഗ്രവും സംക്ഷിപ്തവുമായ കഥാപ്രസംഗ രൂപം ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്നു. അതേ പേരിൽ ആടുജീവിതം. ഒരു ജീവിതം പറയാം, കഥ പറയാം, ഒരു കഥ പറയാം, ഒരു ജീവിതം പറയാം. ഒരു ഭൂമിയിലെ മസറയ്ക്കുള്ളിൽ ജീവിതം പറയാം. ഒരു ഭൂമിയിലെ മസറയ്ക്കുള്ളിൽ ജീവിതം പറയാം. ആടുജീവിതത്തിലെ കഥാനായകൻ നജീബ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ആടുജീവിതം കുറെ കൂടി വിശാലമായ ക്യാൻവാസിലാണ് ബെന്യാമിൻ എഴുതിയിരിക്കുന്നത്. അതിലെ മുഹൂർത്തങ്ങൾ പൂർണ്ണമായും കഥാപ്രസംഗമായി അവതരിപ്പിക്കണമെങ്കിൽ 3-4 മണിക്കൂറുകൾ വേണം. ഇപ്പോൾ അടുത്ത കാലത്ത് ആടുജീവിതം സിനിമയായിരിക്കുന്നു. മലയാളത്തിലെ പ്രശസ്ത സംവിധായകൻ ബ്ലസ്സി ആടുജീവിതം സിനിമയാക്കിയിരിക്കുന്നു. ആടുജീവിതത്തിലെ ബ്ലസ്സിയുടെ സിനിമ എന്ന് പറയുന്നത് ബ്ലസ്സിയുടെ സ്വന്തം സിനിമയാണ്, സ്വതന്ത്രമായ സിനിമയാണ്. ആടുജീവിതത്തിലെ പല പ്രധാന മുഹൂർത്തങ്ങളും ബ്ലസ്സിയുടെ സിനിമയിലില്ല. പക്ഷേ അദ്ദേഹം സ്വതന്ത്രമായി ആവിഷ്കരിക്കപ്പെട്ട ഒരു സിനിമയാണ്. ഞങ്ങൾ ഇത് കഥാപ്രസംഗമാക്കുമ്പോൾ ബെന്യാമിൻ്റെ നോവലിനെ അതേപടി പിന്തുടരുകയാണ്. ബെന്യാമിൻ്റെ നോവലിൽ കഥാനായകനായ നജീബ് സ്വന്തം ജീവിതം ആത്മകഥാരൂപത്തിൽ നമ്മളോട് പറയുകയാണ്. കഥാപ്രസംഗത്തിലും നജീബ് അദ്ദേഹത്തിൻ്റെ ജീവിതകഥ നമുക്ക് മുമ്പിൽ പറയുക തന്നെയാണ് ചെയ്യുന്നത്. ആടുജീവിതം നോവൽ നിങ്ങൾ പൂർണ്ണമായും ഭൂരിഭാഗം പേരും വായിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആടുജീവിതം സിനിമ കുറേ പേർ കണ്ടിട്ടുണ്ടാകും. ആടുജീവിതം കഥാപ്രസംഗം കേട്ടവരും ഈ കൂട്ടത്തിൽ ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം ഇരുനാവിൽ തന്നെ 1 കിലോമീറ്റർ ചുറ്റളവിൽ ഇത് 3ാമത്തെ വേദിയാണ്. പാപ്പിനിശ്ശേരിയിൽ ഒരു 2-3 കിലോമീറ്റർ ചുറ്റളവിൽ ഞങ്ങൾ 5 വേദിയിൽ ആടുജീവിതം അവതരിപ്പിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് മടക്കരയിലും കണ്ണപുരത്തൊക്കെ ആടുജീവിതം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പലരും കേട്ടവർ കൂട്ടത്തിൽ ഉണ്ടാകും. പക്ഷേ അന്ന് പറഞ്ഞതുപോലെ അത്രയും വിശാലമായ ഒരു സമയത്ത് അത്രയധികം സമയം പറയുവാനുള്ള ഒരു സാവകാശം ഇന്ന് ലഭിക്കുന്നില്ല. വൈകിയത് കൊണ്ട് പരമാവധി ചുരുക്കി ഞങ്ങൾ ആടുജീവിതം അവതരിപ്പിക്കും. ഈ ആടുജീവിതം ആരംഭിക്കുന്നത് സൗദിയിലെ ബത്ത എന്ന ഒരു ചെറിയ പോലീസ് സ്റ്റേഷന്റെ മുമ്പിലാണ്. ആമുഖമായി ഇത്രമാത്രം കഥ പറയുന്നതിന് വേണ്ടി കഥയിലെ നായകൻ നജീബിനെ കുറിച്ച് ഒന്നും കൂടി പറയട്ടെ. ആലപ്പുഴയിലെ പത്താശ്ശേരിക്കാരൻ, ആറാട്ടുപുഴക്കടുത്തുള്ള പത്താശ്ശേരിക്കാരൻ ഷുക്കൂറാണ് കഥയിലെ നായകനായി, ബെന്യാമിൻ്റെ നോവലിലെ നായകനായിട്ട് നജീബായിട്ട് വരുന്നത്. അദ്ദേഹം അനുഭവിച്ച പച്ചയായ ജീവിതം തന്നെയാണ് ബെന്യാമിൻ നോവൽ പകർത്തിയിട്ടുള്ളത്. ഇനി കഥ പറയുന്നതിന് വേണ്ടി, സ്വന്തം ജീവിതം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി കഥയിലെ നായകനായ നജീബിനെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. ഞാൻ നജീബ്, ഞാനും എൻ്റെ ചങ്ങായി ഹമീദും ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ബത്തയിലെ ആ പോലീസ് സ്റ്റേഷന്റെ മുമ്പിലാണ്. ആ ഇരുമ്പ് ഗേറ്റിന് മുമ്പിലെ പാറാവുപുരയിൽ 2 പോലീസുകാരിരിക്കുന്നു.
ആ പോലീസുകാരുടെ ശ്രദ്ധ ആകർഷിക്കുവാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചു. പക്ഷെ അവർ ഞങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. ഞങ്ങൾ ചുമച്ചു, ഒച്ച വെച്ചു, അവന്മാർ ശ്രദ്ധിക്കുന്നില്ല. ഒരു പോലീസുകാരൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗഹനമായ വായന, കണ്ണുയർത്താത്ത വായന. നമ്മുടെ ചെറുപ്പക്കാർ കുട്ടികളൊക്കെ ഇപ്പം മൊബൈൽ കണ്ണു നട്ടിരിക്കുന്ന പോലെ, നമ്മുടെ സഹോദരിമാർ TV ചാനലുകൾക്ക് മുമ്പിൽ, സീരിയലുകൾക്ക് മുമ്പിൽ മതിമറന്നിരിക്കുന്നത് പോലെ ഈ പോലീസുകാരൻ പുസ്തകത്തിന് മുമ്പിൽ അങ്ങനെ മതിമറന്ന് വായിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ പണ്ട് മംഗളവും മനോരാജ്യവും വായിച്ചതുപോലെ മറ്റേ പോലീസുകാരൻ ഫോൺ ചെയ്യുകയാണ്, അതും വളരെ ഉറക്കെ. ഫോണിൻ്റെ അങ്ങേയറ്റത്തുള്ള ആൾക്ക് കേൾക്കാൻ കഴിയും വിധത്തിൽ നമ്മുടെ ചില ചെറുപ്പക്കാർ മൊബൈൽ ഫോണിലൂടെ വീട്ടുകാര്യവും നാട്ടുകാര്യവും പ്രേമകാര്യവും സ്വകാര്യവും ബസ്സിലായാലും പൊതുവഴിയിലായാലും ഒരുപാട് ആൾക്കൂട്ടത്തിന് നടുവിലായാലും ഉറക്കെ പറയുന്ന പോലെ ഈ പോലീസുകാരൻ ഉറക്കെ ഫോൺ ചെയ്യുകയാണ്. ഞങ്ങൾ പിന്നെയും ഒച്ച വെച്ചു, ചുമച്ചു. പോലീസുകാരെ ഒന്ന് ഞങ്ങൾ ശ്രദ്ധിക്കുക. പോലീസുകാരെ ഞങ്ങൾ ഒച്ച വെക്കുന്നു, ശ്രദ്ധിക്കുന്നില്ല. ഇളങ്ങളിക്കുക വേഗം ഇളങ്ങളിക്കുക വേഗം ഒന്ന് ഞങ്ങളെ പിടിച്ചകത്താക്കി. ഞങ്ങളുടെ കയ്യിൽ പത്താക്കയില്ല. ഗൾഫിലോട്ട് പോകാൻ സ്പോൺസർ തരുന്ന വിസയോടൊപ്പമുള്ള ഒരു കാർഡാണ് പത്താക്ക അല്ലെങ്കിൽ ഇക്കാമ. ഇത് കയ്യിലുണ്ടെങ്കിലേ ഗൾഫിൽ ഇറങ്ങി നടക്കാൻ പറ്റൂ, പൊതുവഴിയിൽ നിരത്തിലൊക്കെ ഇറങ്ങി നടക്കാൻ പറ്റൂ. ഞങ്ങളുടെ കയ്യിൽ പത്താക്കയില്ല. ഞങ്ങളെ പിടിച്ചോ, അകത്താക്കിക്കോ. എന്താ ഇങ്ങനെ? നിങ്ങൾക്ക് പിടിതരാൻ ഞങ്ങൾ 2 ആഴ്ചയായി പെടാൻ പാടുപെടുകയാണ്. ഒന്ന് ഞങ്ങളെ പിടിക്കുക, ഒന്ന് ഞങ്ങളെ അകത്താക്കുക. ഹമീദേ, ആഗ്രഹിക്കുമ്പോൾ നിർഭാഗ്യം പോലും തേടി വരാൻ പറ്റില്ല. നമുക്കേതായാലും ഈ ഗേറ്റ് തുറന്ന് അകത്തേക്ക് പോകാം. ഞങ്ങൾ 2 പേരും ആ ഇരുമ്പ് ഗേറ്റ് തുറന്ന് പോലീസ് സ്റ്റേഷന്റെ അകത്തേക്ക് കയറിയതും വായനക്കാരൻ തലർത്ത് എവിടെ പോകുന്നു? അത് മുദീറിനെ കാണാൻ. മുദീർ എന്ന് പറഞ്ഞാൽ SI, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ. മുദീറിനെ കാണാൻ പരാതി പറയണം. എങ്കിൽ പോയിക്കോ. ഞങ്ങൾ 2 പേരും പോലീസ് സ്റ്റേഷനിലെത്തി. പോലീസ് സ്റ്റേഷന് വരാന്തയിലെത്തിയപ്പോൾ ഞങ്ങൾക്ക് എന്തെന്നില്ലാത്ത പേടി. കാരണം പോലീസ് എന്ന് കേട്ടാൽ നമുക്ക് പേടിയാണല്ലോ. പോലീസ് സ്റ്റേഷൻ എന്നാൽ ഇരട്ടി പേടി. പേടിയോടുകൂടി ഞങ്ങൾ വരാന്തയിലേക്ക് കയറി. ആ പോലീസുകാർ വട്ടം കൂടിയിരിക്കുന്നു, ചിലർ കാവ് കുടിക്കുന്നു. എൻക്വയറി കൗണ്ടറിന് മുമ്പിൽ ഞങ്ങളങ്ങനെ പാത്തും പതുങ്ങി നിൽക്കുമ്പോൾ ഒരു പോലീസുകാരൻ വന്ന് ചോദിച്ചു, എന്താ കാര്യം? അല്ല, മുദീറിനെ കാണാൻ. ഇവിടെ നിങ്ങളുടെ പത്താക്ക ഞങ്ങൾക്കില്ല. പത്താക്കയും പാസ്പോർട്ടും ഇറങ്ങി നടപ്പല്ലേ. ഞങ്ങൾ 2 പേരുടെയും കൈ പിടിച്ച് വലിച്ച പോലീസുകാരൻ മുദീറിന്റെ മുമ്പിൽ, SIയുടെ മുമ്പിൽ ഹാജരാക്കി. SI ഞങ്ങളെ തറപ്പിച്ചു നോക്കി. അറബിയിൽ എന്തൊക്കെയോ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല. അറബി അറിയുന്ന ഹമീദ് ഒന്നും അറിയാത്തവനെ പോലെ അങ്ങനെ മിഴിച്ചു നിൽക്കുകയാണ്. ഞാൻ ഓഫീസ് മുറി നോക്കിയപ്പോൾ ഒരു ഭാഗത്ത് ചുമരിൽ ഷെയ്ഖുമാരുടെ, രാജാക്കന്മാരുടെ, അബയുടെ ഒക്കെ ചിത്രങ്ങൾ, മറ്റേ ഭാഗത്ത് ചുമരിൽ പാസ്പോർട്ട് സൈസിലുള്ള ഫോട്ടോകൾ തൂക്കിയിട്ടിരിക്കുന്നു. 3-4 വരിയായി തൂക്കിയിട്ടിരിക്കുന്നു. നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ, അതുപോലെ ബസ് സ്റ്റാൻഡിലൊക്കെ കുറ്റവാളികളുടെ ചിത്രങ്ങൾ തൂക്കിയിടുന്നവരെ പോലെ ആഫ്രിക്കക്കാരുണ്ട്, വെള്ളക്കാരുണ്ട്, ഇന്ത്യക്കാരുണ്ട്, പാകിസ്ഥാനികളുണ്ട്. 3-ാമത്തെ വരിയിലെ 4-ാമത്തെ ചിത്രം കണ്ടതും ഞാൻ നടുങ്ങി വിറച്ചു. എന്റെ ഭാവമാറ്റം കണ്ടതും മുതൽ ചോദിക്കുന്നു, തനിക്ക് അവനറിയോ? ഇല്ല. പിന്നെ തന്റെ മുഖത്തൊരു ഭാവമാറ്റം, തനിക്ക് അവനെ അറിയോന്ന്? ഇങ്ങടുത്തേക്ക് വാ. മുദീർ എന്നെ അരികിലേക്ക് വിളിച്ചു. ചാടി എഴുന്നേറ്റ് എന്റെ ചെവി കുട്ടിയാൾ കണ്ണിൽ നിന്നും പൊന്നിച്ചു മാറി. ഞങ്ങൾ 2 പേരെയും കൈവിലങ്ങണിയിച്ച് അകത്തെ ലോക്കപ്പ് മുറിയിലേക്ക് തള്ളി.
അവിടെ 5-6 പേർക്ക് ഇരിക്കുവാനുള്ള സൗകര്യമേ ഉള്ളൂ. പക്ഷേ അതിനകത്ത് 10-20 പേർ ആ രാത്രി മുഴുവൻ ഉറക്കമില്ലാതെ ശ്വാസം മുട്ടി ഞങ്ങൾ ആ മുറിയിൽ അങ്ങനെ കഴിച്ചു കൂട്ടി. പ്രഭാതമായി സ്റ്റേഷനിലേക്ക് വരുന്നു ഒരു വലിയ വാൻ. സ്റ്റേഷനിലേക്ക് വന്നു. വാൻ അവിടെ നിന്നു. വാനിൽ നിന്ന് കുറെ പേർ ഇറങ്ങി വന്നു. കൈവിലങ്ങണീശ ഞങ്ങളുടെ പ്രതികളെ ആ വാനിലേക്ക് കയറ്റി. ആ വാൻ ചീറിപ്പാഞ്ഞു പോകുന്നു. സൗദിയിലെ നഗരവീഥിയിലൂടെ ആ വാൻ ചീറിപ്പാഞ്ഞു പോകുന്നു. അത് ചെന്ന് നിന്നത് രാജ്യത്തെ ഏറ്റവും വലിയ ജയിലിന് മുമ്പിലാണ്, സുമേസി ജയിൽ. ഞങ്ങൾ പ്രതികളെ, കൈവിലങ്ങണീശ പ്രതികളെ താഴെ ഇറക്കുന്നു. ഞങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുമ്പോൾ രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നും ഇതുപോലുള്ള പലവിധ വാഹനങ്ങൾ വന്നു ചേരുന്നു. പ്രതികളെ ഇറക്കുന്നു. പല രാജ്യക്കാർ, പല വേഷക്കാർ, പല ദേശക്കാർ. അത്ഭുതത്തോടെ അവർ നോക്കുന്നു. വാഹനമേറെ പ്രതികളുമായി, വാഹനമേറെ പ്രതികളുമായി, പല ദേശക്കാർ, പല ഭാഷക്കാർ, പല ദേശക്കാർ, പ്രതികൾ 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 പ്രതികൾ. ഞങ്ങളെല്ലാവരെയും ഒരു ഹാളിലേക്ക് കൊണ്ടുപോയി രജിസ്റ്ററിൽ പേരെഴുതി ഒപ്പിടിച്ചു. കയ്യിൽ കുറ്റവാളികളുടെ നമ്പർ കുറിച്ചിട്ടു. പിന്നെ മറ്റൊരു ഹാളിലേക്ക് കൊണ്ടുപോയപ്പോൾ അവിടെ ബാർബർമാർ നിരന്നിരിക്കുന്നു. എന്നെ ഒരു ബാർബറുടെ അടുത്ത് ഇരുത്തി. ഹമീദിനെ മറ്റൊരു ബാർബറുടെ അടുത്തിരുത്തി. തലമുടി യന്ത്രം തലയിൽ വെച്ചതേ അറിഞ്ഞുള്ളൂ. ഉറുമ്പിഴയുന്നത് പോലെ തോന്നി. തൊട്ടടുത്ത നിമിഷം നോക്കുമ്പോൾ എൻ്റെ തലയൊരു കോഴിമുട്ട. ഹമീദിനെ നോക്കിയപ്പോൾ അവരുടെ തലയും കോഴിമുട്ട പരുവത്തിലാക്കിയിരിക്കുന്നു. അവിടെ ഇരുത്തിയവരെല്ലാം നിമിഷങ്ങൾക്കകം മുട്ടയടിക്കപ്പെട്ടു. പിന്നെ ഞങ്ങളെ 2-3 കിലോമീറ്റർ നീളമുള്ള ഒരു വലിയ കെട്ടിടത്തിലേക്കാണ് കൊണ്ടുപോയത്. അത് ഓരോ രാജ്യത്തെ തടവ് പുള്ളികൾക്കായി ഓരോ ബ്ലോക്കായി തിരിച്ചിരിക്കുന്നു. ഇന്ത്യക്കാരുടെ ബ്ലോക്കിൽ ഞാനും ഹമീദും അകപ്പെട്ട് കഴിഞ്ഞു. 10-150 ഇന്ത്യക്കാർ ഓരോ ഗ്രൂപ്പായിട്ടിരിക്കുകയാണ്. മലയാളി ഗ്രൂപ്പിൽപ്പെട്ട ഒരാൾ വന്ന് പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട കേട്ടോ, നിങ്ങൾ കൂടുതൽ പേരും മലയാളികളാ. ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നിരുന്നു. പക്ഷെ ഞങ്ങൾ 2 പേരും ഒരു ഗ്രൂപ്പിലും ചെന്നില്ല. ഞങ്ങൾ 2 പേരും ഒരു മൂലയിൽ ചെന്നിരുന്നു. ഞങ്ങൾ 2 പേരും ഒരു ഗ്രൂപ്പായി. എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അജിബേ, എന്തിനാണ് നീ കരയുന്നത്? കരയാതടാ. പുറത്തുള്ളതിനേക്കാൾ സുരക്ഷിതത്വം ഇവിടാണ്. നമ്മൾ രക്ഷപ്പെടും. നമുക്ക് എക്സറ്റ് പാസ് ലഭിക്കും. കരയാതടാ. ചായയും ബിസ്ക്കറ്റും വരുന്നു. തടവ് പുള്ളികൾ ക്യൂ നിന്ന് അത് വാങ്ങിക്കഴിക്കുമ്പോൾ ഞങ്ങളും ക്യൂ നിന്ന് അത് വാങ്ങിക്കഴിച്ചു. അത് കഴിച്ചപ്പോൾ ക്ഷീണം മറന്നു. അല്പം ക്ഷീണം മറന്നു. ഞാൻ പിന്നെ ഹമീദിനോട് തുരുതുരെ വർത്തമാനം പറയാൻ തുടങ്ങി. അവന് മറുപടി പറയുവാൻ, ഒരക്ഷരം മറുപടി പറയുവാൻ അവസരം കൊടുക്കാതെ ഞാനങ്ങനെ സംസാരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കും ഞാനൊരു കത്തിയാണെന്ന്. അല്ല, കഴിഞ്ഞ 3-3.5 വർഷത്തിൽ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം ആരോടെങ്കിലും കൊതിനീരെ വർത്തമാനം പറയുക എന്നതായിരുന്നു. ഇപ്പോഴങ്ങനെ ഒരു അവസരം ലഭിച്ചപ്പോൾ പല തവണ പറഞ്ഞ കാര്യങ്ങളാണെങ്കിലും ഞാൻ ഹമീദിനോട് പിന്നെയും പിന്നെയും എൻ്റെ കഥ ഒരേ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. മടുപ്പൊന്നുമില്ലാതെ പറഞ്ഞു. മലയാവർത്തികൾ ചൊല്ലിയ കഥകൾ പിന്നെയുമേറെ പറഞ്ഞു. കേട്ടുമടുത്തവയെങ്കിലും പ്രിയ സ്നേഹിതനവനതു കേൾക്കും. കേട്ടുമടുത്തവയെങ്കിലും പ്രിയ സ്നേഹിതനവനതു കേൾക്കും. സ്നേഹിതനവനതു കേൾക്കും. ജയിൽ പൊതുവെ സുഖമാണ്. കുഴപ്പമൊന്ന് മാത്രം, നമുക്ക് പുറം ലോകത്തെ അറിയാൻ കഴിയില്ല. പുറം ലോകം നമ്മളറിയില്ല. ജയിലിൽ ആഴ്ചയിലൊരിക്കൽ ഒരു പരേഡുണ്ട്. അറബി പരേഡ് എന്നാണ് അതിന് പേര്. അറബികളുടെ കീഴിൽ ഒളിച്ചോടിയ തൊഴിലാളികളെ കണ്ടെത്തുവാൻ വേണ്ടി അറബികൾക്ക് അവസരമൊരുക്കുന്നതാണ് ഈ പ്രതികളുടെ പരേഡ്. ആ ദിവസം എല്ലാവരെയും ഹോളിന് പുറത്ത് വരിവരിയായി നിർത്തും. അറബികൾ ഓരോരുത്തരായി വരും. അവരുടെ കീഴിൽ നിന്ന് ഒളിച്ചോടിയ തൊഴിലാളിയാണെന്ന് കണ്ടാൽ ചാടി വന്ന് ചമ്മട്ടി കൊണ്ട് ആഞ്ഞടിക്കും. പൊതിരെ തച്ച് പിടിച്ചു വലിച്ചു കൊണ്ടുപോകും.
പോലീസുകാർ, ജയിലധികൃതർ അത് നോക്കി നിൽക്കും. ഇതുകൊണ്ട് തന്നെ അറബികളുടെ കീഴിൽ നിന്ന് ഒളിച്ചോടിയ പ്രതികൾക്ക് ഈ ദിവസം പിടിസ്വപ്നമാണ്. അറബി പരേഡിന്റെ തൊട്ടടുത്ത ദിവസം അതാത് രാജ്യങ്ങളിലെ എംബസി ജീവനക്കാർ വരും. തങ്ങളുടെ രാജ്യങ്ങളിലെ തടവ് പുള്ളികളെ മോചിപ്പിക്കുവാനുള്ള രേഖകളുമായിട്ടാണ് വരിക. ചെറിയ ചെറിയ കുറ്റങ്ങൾ ചെയ്ത് അകത്തായ തടവ് പുള്ളികളെ അവർക്ക് മാപ്പ് നൽകി സ്വന്തം രാജ്യത്തിൻ്റെ ചെലവിൽ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകും. എക്സിറ്റ് പാസ് ലഭിക്കുക അല്ലെങ്കിൽ ഫ്രീ ഔട്ട് പാസ് ലഭിക്കുക എന്നാണ് ഇതിന് പേര് പറയുക. ഞങ്ങളിപ്പോൾ ജയിലിൽ വന്നിട്ട് 2 മാസത്തോളമാകുന്നു. ഞങ്ങളെ തേടി അറബികളാരും വന്നില്ല, ഇനി വരില്ല. ഞാനും ഹമീദും അന്നത്തെ അറബി പരേഡ് ദിവസം അങ്ങനെ കൊച്ചു വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഹമീദിന്റെ മുഖം വാടി. പെട്ടെന്ന് പറഞ്ഞു, നജീബേ, ഞാൻ കുടുങ്ങി. അത് പറയുന്നത് ഒരു കൂട്ടം അറബി ചാടി വന്ന് ചമ്മട്ടെടുത്ത് ഹമീദ്, എനിക്ക് നിങ്ങളുടെ ജോലി വേണ്ട, എനിക്ക് നിങ്ങളുടെ ജോലി വേണ്ട. അയാളത് കേട്ടില്ല. ഹമീദിനെ വലിച്ചഴിച്ച് ചാട്ടം കൊണ്ടടിച്ച് വലിച്ചഴിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്നു. എന്റെ കണ്ണുകൾ നിറഞ്ഞു. പാവം ഹമീദ്. അറബികളുടെ തോട്ടത്തിൽ കൃഷിപ്പണിയായിരുന്നു ഹമീദിന്. നേരം പുലർന്നാൽ പാതിരാവരെ ജോലി, തുച്ഛമായ കൂലി. അധികം കൂലി ചോദിച്ചാൽ കൊടിയ മർദ്ദനം. ഒരു ദിവസം രാത്രി ഹമീദ് ആരും കാണാതെ, അറബി കാണാതെ ഒളിച്ചോടി. കുഞ്ഞിക്കയുടെ കടയിൽ വെച്ചാണ് അവനെ പരിചയപ്പെട്ടത്. പക്ഷെ ഇപ്പൊ അവന്റെ ബാബ് അവനെ പിടിച്ചോണ്ട് പോയിരിക്കുന്നു. എനിക്ക് സങ്കടം സഹിക്കുവാൻ വേണ്ടി കഴിയില്ല. എന്റെ സങ്കടങ്ങളെല്ലാം ഞാൻ പങ്കുവെച്ചത് അവനുമായിട്ടാണ്. എന്റെ കൂടെ